ചാമ്പ്യൻസ് ലീഗിൽ വീണ്ടും റയൽ മാഡ്രിഡിന്റെ തേരോട്ടം. 18ാം തവണയാണ് നിലവിലെ ലാലിഗ ജേതാക്കൾ കൂടിയായ റയൽ മാഡ്രിഡ് യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ കലാശപ്പോരിലെത്തുന്നത്. ഈ 17 ഫൈനലുകളിൽ 14 തവണയും ലോസ് ബ്ലാങ്കോസ് കിരീടം ചൂടുകയും ചെയ്തു. ചാമ്പ്യൻസ് ലീഗ് രണ്ടാം പാദ സെമിയിൽ ബയണിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് തകർത്താണ് റയൽ ഫൈനലിലേക്ക് പ്രവേശിച്ചത്. ബയണിന്റെ തട്ടകത്തിൽ നടന്ന ആദ്യപാദ സെമി മത്സരം 2-2 എന്ന സമനിലയിൽ പിരിഞ്ഞിരുന്നു. ആദ്യപാദത്തിൽ എന്ന പോലെ കളിയുടെ അവസാന മിനിറ്റുകളിൽ നടത്തിയ ശക്തമായ തിരിച്ചുവരവാണ് രണ്ടാം പാദത്തിലും റയലിന് തുണയായത്. റയൽ 18ാം തവണയും ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലേക്ക് മുന്നേറി ചരിത്രം കുറിച്ചപ്പോൾ മറ്റൊരു ചരിത്ര നേട്ടവും കൂടി പിറന്നു. ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ ഫൈനൽ കളിക്കുന്ന താരമായി റയലിന്റെ ജർമ്മൻ മിഡ്ഫീൽഡർ ടോണി ക്രൂസ് മാറി. 7ാം തവണയാണ് ടോണി ക്രൂസ് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലെത്തുന്നത്. 2013 ബയൺ മ്യൂണിക്കിനൊപ്പം ക്രൂസ് ആദ്യമായി ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കളിക്കുന്നത്. എന്നാൽ ജർമ്മൻ ടീമിൽ നിന്ന് സ്പാനിഷ് വമ്പന്മാരുടെ തട്ടകത്തിലെത്തിയ ക്രൂസ് 2014, 2016, 2017, 2018, 2022 വർഷങ്ങളിലും റയലിനു വേണ്ടി ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കളിച്ചു. ഇപ്പോഴിതാ ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെതിരെ തൻ്റെ 7ാം ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരത്തിന് ഒരുങ്ങുന്നു. കഴിഞ്ഞ 6 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ നിന്ന് 4 കിരീടം നേടാനും ടോണി ക്രൂസിന് സാധിച്ചിട്ടുണ്ട്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.